ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന തെറ്റുകൾ പോലും മനുഷ്യർക്ക് ഉപകാരപ്പെടും എന്നുള്ളതിന്റെ തെളിവായത്. ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് തെറ്റാ. പക്ഷേ മഹിമ ആ തെറ്റ് ചെയ്തതുകൊണ്ടാ കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നു. ഞാനിത് ഐശ്വര്യ മാഡത്തിന് അയച്ചു കൊടുക്കട്ടെ. എന്നിട്ട് ഒന്ന് വിളിച്ചു പറയാൻ കൂടി ചെയ്താ ബാക്കിയെല്ലാം ഐശ്വര്യ മാഡം നോക്കിക്കോളും. സത്യം എന്താന്ന് എത്രയും പെട്ടെന്ന് ഡിപ്പാർട്ട്മെന്റും കോടതിയും ഒക്കെ അറിയുന്നത് നല്ലതാ. നമുക്ക് നേരിട്ട് കമ്മീഷൻ ഓഫീസിലേക്ക് ഒന്ന് പോവാം. കാര്യങ്ങൾക്കൊക്കെ സ്പീഡ് കൂട്ടാലോ. അല്ല, നിങ്ങൾ മഹിമയെ കാണാൻ പോകുന്നില്ലേ? വേണ്ട, ഇനി അവളെ കാണുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഓർഡർ എൻ്റെ കയ്യിൽ വേണം. ആന്റി എത്ര കാലം എന്ന് വിചാരിച്ച എന്നോട് പിണങ്ങി നടക്കാൻ പോകുന്ന? എന്റെ വാക്കിന് നിനക്ക് ഒരു വിലയില്ലല്ലോ, പിന്നെ എന്തിനാ എന്നോട് സംസാരിക്കാൻ വരുന്നേ? അക്കമ്മയും മഹിമയും തമ്മിൽ വഴക്കായോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നേ. തോന്നുന്നതല്ല, അവര് തമ്മിൽ അകന്നു കഴിഞ്ഞു. അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഓ, അപ്പൊ അതൊക്കെ നിന്റെ ബുദ്ധിയായിരുന്നു. പിന്നെ അല്ലാതെ. ജയിലിലെ മഹിമയ്ക്ക് പിടിച്ചു നിൽക്കാൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ ശക്തി കൊടുക്കുന്നത് അക്കമ്മയാ. അവരും കൂടെ മഹിമയെ തള്ളി പറഞ്ഞ പിന്നെ അവളുടെ മാനസിക നില തകരും. ആ അവസ്ഥയിൽ അവളെ എനിക്ക് കിട്ടണം. ഇവളെ കൊണ്ട് ഇങ്ങനൊരു ഉപകാരം ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ആന്റി പറഞ്ഞതിനെ എതിർക്കുന്നതല്ല. ജോർജിന് മുന്നിൽ മുട്ടുമടക്കിയിട്ട് ഒരു കാര്യമില്ലാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാ ഞാൻ അയാളെ എതിർക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാനാ നിന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ എന്തിനാ എന്റെ കൂടെ നടക്കുന്നേ? ജയിലിൽ എന്റെ കൂടെയുള്ളവരുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് ഞാനാ. അപ്പൊ അവർക്ക് വേണ്ടി ചിലപ്പോ തീരുമാനങ്ങളും ഞാൻ എടുക്കും.